മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് മലബാർ കിച്ചണിൽ ഐസിങ് ഷുഗറിൻ്റെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് സിറപ്പിൻ്റെയും റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹോം ബേക്കിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഐസിങ് ഷുഗർ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഗ്ലൂക്കോസ് സിറപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. അത് കറക്റ്റായി നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര അങ്ങ് ക്രിസ്റ്റലൈസ്ഡ് ആയി പോകും. നമുക്ക് ആ വാങ്ങിക്കുന്ന ടെക്സ്ചർ കിട്ടില്ല. പിന്നെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം നാട്ടിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ഞാൻ ലുലുലൊക്കെ നോക്കിയിട്ട് എനിക്ക് ഗ്ലൂക്കോസ് സിറപ്പ് വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് ഉണ്ടാക്കുമ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലുള്ള കുറേ പേര് എന്നോട് പറഞ്ഞു സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരിക്കും നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഫോണ്ടൻ്റ് ഉണ്ടാക്കിയെടുക്കാം, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഈ റെസിപ്പി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് സമയം ഇത് എടുക്കുന്നില്ല, ഒരു 5 മിനിറ്റൊക്കെ മതി ശരിക്കും. നമ്മളൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. കയ്യിലൊന്ന് ജസ്റ്റ് കൊഴുപ്പ് പോലെ തോന്നുന്ന സമയത്ത് തന്നെ നിങ്ങളങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക. കൂടുതൽ സമയം വെച്ച് നമ്മൾ ആ ഒരു ടൈമിൽ ഇത് കുറച്ച് ലൂസ് ടെക്സ്ചറിൽ തന്നെയാണ് ഉണ്ടാകുക. കുറച്ച് ടൈം കഴിയും തോറും ഇതിൻ്റെ ടെക്സ്ചർ മാറി മാറി കുറച്ചുകൂടി അങ്ങ് തിക്കായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഒരു കൊഴുപ്പ് പോലെയുള്ളത്, ആ രീതിയിലോട്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പം ഇത് ഒത്തിരി ലൂസല്ലേ എന്ന് കരുതിയിട്ട് ഒരിക്കലും കുറേ സമയം ഇരുന്ന് വീണ്ടും ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ട് നിൽക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുന്ന സാധനം ഒരു 15 മിനിറ്റ് അതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും സാധാരണ ക്രിസ്റ്റൽ പോലെ തന്നെ അങ്ങ് ആയിപ്പോകും. ഒരിക്കലും നമുക്ക് പെർഫെക്റ്റായി കിട്ടില്ല. ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ചൂടൊക്കെ പോയി ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെക്കുക. ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 15 ദിവസം വരെ ഈ ഒരു സാധനം നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ ഫോണ്ടൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചാൽ മതി. ഐസിങ് ഷുഗർ ആണെങ്കിൽ അങ്ങനെ എക്സ്പയറി ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഒത്തിരി നാൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അതിൽ കുറച്ച് കട്ട പിടിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബേക്കിങ്ങിൽ ഉപയോഗിക്കരുത്. പിന്നെ ഗ്ലൂക്കോസ് സിറപ്പിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഗ്ലൂക്കോസ് സിറപ്പ് നമ്മൾ ഫോണ്ടൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഫോണ്ടൻറ്റ് കേക്കിലാണ് നമ്മൾ മെയിനായിട്ട് ഗ്ലൂക്കോസ് സിറപ്പിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫോണ്ടൻറ്റിന് ഒന്നുകൂടി സോഫ്റ്റ്, നല്ല മോയിസ്റ്റ് ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഫോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തോട്ടേക്ക് ഗ്ലൂക്കോസ് സിറപ്പ് ആഡ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് സിറപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ ലിക്വിഡ് ഗ്ലൂക്കോസ് തന്നെയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വാങ്ങിക്കുക, പക്ഷെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിനകത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനകത്ത് ശരിക്കും ക്രീംസ് ഓഫ് ടാർട്ടാർ എന്ന് പറയുന്നത് കൂടി ആഡ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. പിന്നെ ഫോണ്ടൻറ്റ് കേക്ക് ഞാൻ ഷുവറായിട്ട് അപ്ലോഡ് ചെയ്യും. കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഐസിങ് ഷുഗർ ആൻഡ് ഗ്ലൂക്കോസ് സിറപ്പ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഐസിങ് ഷുഗർ അഥവാ കൺഫെക്ഷണൽ ഷുഗർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റ് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാനൊരു ഫോണ്ടൻറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഐസിങ് ഷുഗർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. ഫോണ്ടൻറ്റ് കേക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പഞ്ചസാര ഈ ഒരു കപ്പിന് ഇതൊരു 240 ml കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇത് മെഷർമെൻറ്റ് അല്ലാതെ പറയുകയാണെങ്കിൽ 500 ഗ്രാം പൊടിക്കാത്ത അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. പൊടിക്കാത്ത അളവിൽ ഇതൊരു 500 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഐസിങ് ഷുഗർ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാര, ഇതുപോലെ ഏത് കപ്പാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, 1 കപ്പ് ഉപയോഗിക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കപ്പിന് 1/2 കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അഥവാ കോൺ സ്റ്റാർച്ച് ചേർത്താൽ മതി. കോൺഫ്ലോർ ആയാലും കോൺ സ്റ്റാർച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐസിങ് ഷുഗർ അങ്ങ് പെട്ടെന്ന് കട്ട പിടിച്ചു പോകത്തുമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല നിങ്ങൾ കാണാറില്ലേ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും നമുക്ക് ഒരുമിച്ച് ഇട്ട് പൊടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അങ്ങ് ഇട്ട് അടിക്കരുത്. അതായത് നമ്മുടെ മിക്സിയുടെ ജാർ അങ്ങ് ചൂടായി വരരുത്. ചൂടാവുന്ന നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കുറച്ച് നേരം പോസ് ചെയ്തതിന് ശേഷം മാത്രം അടിക്കുക. അപ്പോൾ നിങ്ങൾ ആ ചൂടായ ജാറിൽ തന്നെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസിങ് ഷുഗർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ആ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ.
അപ്പോൾ ആദ്യം 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് ഒന്ന് ശരിക്കും പൊടിച്ചെടുക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. പഞ്ചസാര അടിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ മിക്സിയുടെ ഒരു വലിയ ജാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാം. ഇനി ഇത് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ 1 കപ്പ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെ അങ്ങ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഫോണ്ടൻറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും ഈ പൊടിച്ചെടുത്ത് ഡയറക്റ്റ് അങ്ങ് ഐസിങ് ഷുഗർ ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് അരിച്ചെടുക്കുക. ഫോണ്ടൻറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം എടുത്തൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഐസിങ് ഷുഗർ ആണെങ്കിലും ഗ്ലൂക്കോസ് സിറപ്പൊക്കെ ആണെങ്കിലും നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുക്കാതെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ കേക്ക് ബേക്കിങ്ങിലൊക്കെ അരിച്ചെടുക്കാതെയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതിന് ബെറ്റർ അരിച്ചെടുക്കുന്നതാണ്. ഞാൻ 500 ഗ്രാമിൻ്റെ കണക്കല്ല പറഞ്ഞിട്ടുണ്ടായിരുന്ന 500 ഗ്രാം പഞ്ചസാരയും കോൺഫ്ലോറുമായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോണ്ടൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചധികം തന്നെ പൊടിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലാസ് കണ്ടെയ്നറിലാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്ത് ഗ്ലാസിൻ്റെ ബോട്ടിലിനകത്തിട്ട് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ശരിക്കും സൂക്ഷിക്കാം. ഇതിനങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സാധാരണ പുറത്ത് തന്നെയാണ് ഇത് പൊടിച്ചിട്ട് വെക്കാറ്. പക്ഷേ നമ്മൾ ഒത്തിരി നാളങ്ങ് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ട് കട്ട പിടിക്കാൻ തുടങ്ങും. അങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യരുത് കേക്ക് ബേക്കിങ്ങിന്. അതായത് നമ്മൾ ഫോണ്ടൻ്റൊന്നും ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കാൻ നിൽക്കരുത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്നാലും ഒത്തിരി നാൾ തന്നെ നമുക്കിത് സൂക്ഷിക്കാൻ കഴിയും. ഗ്ലാസ് കണ്ടെയ്നറിൽ നല്ല ടൈറ്റായിട്ട് നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേക്ക് ബേക്കിങ്ങിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂക്കോസ് സിറപ്പ്. ഫോണ്ടൻ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഗ്ലൂക്കോസ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ആദ്യം ഒരു പാത്രത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പ് 60 ml കപ്പാണ്. അപ്പോൾ ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര വരും. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1/2 കപ്പ് ഉപയോഗിക്കുമ്പോൾ 1/2 കപ്പ് തന്നെയാണ് വെള്ളം, അതായത് 60 ml വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളൊന്ന് ഗ്ലൂക്കോസ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ലെമൺ ജ്യൂസ്, ഒരു ലെമണിൻ്റെ നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതിയാണ് ഉപയോഗിക്കുന്നത്. പകുതി ഒന്ന് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ഒത്തിരി വെള്ളമൊക്കെ അങ്ങ് ഡ്രൈ ആകുന്നത് വരെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര ശരിക്കും ഒന്ന് ക്രിസ്റ്റലൈസ്ഡ് ആയി പോകും. അപ്പോൾ അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ചെറുനാരങ്ങ നീര് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നതും. ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനെഗറൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. അപ്പോൾ അത് ചെറുനാരങ്ങയോ അതല്ലെങ്കിൽ വൈറ്റ് വിനെഗറോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര ശരിക്കും ഇതിനകത്ത് കിടന്ന് മെൽറ്റ് ആകണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതാണൊക്കെ കിട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരും. ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി മാറി ഇങ്ങനെ കൊഴുപ്പ് പോലെ ആയി വരും. അപ്പോൾ കുറച്ചുകൂടി ആകുമ്പോൾ നമുക്കൊന്ന് ഇത് കറക്റ്റ് ടെക്സ്ചർ ആയോ എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം നമ്മൾ നോക്കുന്നത്, നിങ്ങളൊരു കപ്പ് എടുക്കുക, അതിനകത്ത് നമ്മൾ സാധാരണ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ ഗ്ലൂക്കോസ് സിറപ്പിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതിനകത്തോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സ്റ്റിക്കി ആയിട്ട് ഇതിരിക്കും. ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ കഴിയും. കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്ക് ഗ്ലൂക്കോസ് സിറപ്പ് ഉണ്ടാക്കിയിടുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ ശരിക്കും ഇതായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് കണ്ടെയ്നറിലോട്ടൊക്കെ തന്നെയാണ് ഒഴിച്ച് സൂക്ഷിക്കുന്നത്. ഇതും ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സാധാരണ പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐസിങ് ഷുഗറും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഗ്ലൂക്കോസ് സിറപ്പിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ശരിക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള അതേ ടെക്സ്ചറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഒഴിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞ ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫ്ലെയിം ആണെങ്കിൽ ഒത്തിരി കൂട്ടി കൊടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി.
അപ്പോൾ ഇത് ശരിക്കും കേക്ക് ബേക്കേഴ്സിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യുന്ന സാധാരണ. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് സിറപ്പ് അഥവാ കോൺ സിറപ്പ് അതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എനിക്ക് അന്വേഷിച്ചിട്ട് ഗ്ലൂക്കോസ് സിറപ്പ് കുറേ ലുലുവിൽ ചോദിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെയുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്ലൂക്കോസ് സിറപ്പ് ഇതുപോലെ നിങ്ങൾ ഗ്ലാസ് കണ്ടെയ്നറിൽ ഒന്ന് സൂക്ഷിച്ചാൽ മതി. നമ്മൾ ശരിക്കും ഗ്ലൂക്കോസ് സിറപ്പിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫോണ്ടൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്. ഇത് സൂക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കൊന്നും വേണ്ട, ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് ഒഴിച്ചിട്ട് ഒത്തിരി നാളൊന്നും ഇത് വെക്കാൻ കഴിയില്ല കേട്ടോ. എന്നാലും ഫോണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഐസിങ് ഷുഗർ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കുക. പക്ഷേ ഇതിനകത്ത് കട്ട വരുന്ന കുറച്ച് കട്ട പിടിക്കുന്ന കണക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ബേക്കിങ്ങിൽ ഉപയോഗിക്കാൻ നിൽക്കരുത്, ഫെയിലായി പോകും കേക്ക്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.